കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്തവർക്കെതിരെയും കേസെടുത്തേക്കും. ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പുകളിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്തവരെ പ്രതിയേർക്കാനുള്ള സാധ്യതകൾ അന്വേഷണ സംഘം തേടിയിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും ശാസ്ത്രീയ പരിശോധനകൾക്ക് അയക്കും. എന്തായാലും ഒരു നല്ല തീരുമാനമാണ്. ഇത് ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്ത ആളുകൾ എന്തെങ്കിലും ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ കാള പറ്റുമെന്ന് കേട്ടാൽ അതിൻ്റെ അടിയിൽ ഉടനെ തന്നെ കയറി ഷെയർ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒരു ഗുണപാഠമാകട്ടെ ഈ സംഭവം. അവർക്കെതിരെ കേസെടുക്കാനുള്ള പോലീസിൻ്റെ നീക്കം ശ്ലാഘനീയം, അഭിനന്ദനീയം. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. അഭിജിത്ത് മുഴക്കുന്നു കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയാം അഭിജിത്ത്. SKN ഗുഡ് മോർണിംഗ്. ഷഹബാസിനെ മർദ്ദിച്ചതിൽ നേരിട്ട് പങ്കാളികളായവരെ മാത്രമല്ല, ഈ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തവരെ കൂടി കുടുക്കാനുള്ള ഒരു അന്വേഷണത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് കടക്കുന്നത്. പ്രധാനമായും ഈ ആക്രമണത്തിനുള്ള ആഹ്വാനമൊക്കെ നടന്നത് ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്തു വന്നതാണ്. 2 ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത്. അതിലൂടെയാണ് തിരിച്ചടിക്കാനുള്ള ഒരു ആഹ്വാനം ഈ വിദ്യാർത്ഥികൾ നടത്തുന്നത്. ചെറിയൊരു പ്രശ്നമായിരുന്നു ഈ ട്യൂഷൻ സെൻറ്ററിൽ ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ തന്നെ തീരേണ്ടിയിരുന്ന ഒരു പ്രശ്നത്തെ ഈ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ചർച്ച ചെയ്ത് അതിനെ വലുതാക്കി ഒരു ആസൂത്രിതമായ ഒരു സംഘടിത കുറ്റകൃത്യത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത്. ഏതായാലും 6 പേരാണ് നിലവിൽ പോലീസ് പ്രതി ചേർത്തിരിക്കുന്നത് ഈ കേസിൽ. പക്ഷേ കൂടുതൽ പേരുടെ പങ്ക് അത് ഈ ആഹ്വാനം നടത്തിയവരെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. അവരെ കൂടി പ്രതി ചേർക്കാനുള്ള നിയമസാധ്യത അല്ലെങ്കിൽ നിയമപരമായ മറ്റു കാര്യങ്ങളിലേക്കുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണ സംഘം അതിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ 6 മൊബൈൽ ഫോണുകളും ഒപ്പം 1 ലാപ്ടോപ്പുമാണ് ഈ പ്രതികളിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവയെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി പോലീസ് ഉടൻ തന്നെ അയക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ SKN എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, അടുത്ത എക്സാം ഇന്ന് SLC എക്സാം ഇന്ന് നടക്കുകയാണ്. പ്രതികൾ ഇപ്പോൾ ആ പരീക്ഷ എഴുതാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. വെള്ളിമാട് കുന്നിലുള്ള പ്രത്യേക സെല്ലിലാണ് ഈ പരീക്ഷ നടത്തുകയും ചെയ്യുക. നിലവിൽ അവിടെ വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇന്ന് മറ്റ് പ്രതിഷേധ പരിപാടികളൊന്നും ആരും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോഴും പോലീസിൻ്റെ ഒരു വലിയ ഒരു സുരക്ഷ ഈ പരീക്ഷാ കേന്ദ്രത്തിന് സമീപത്തായുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.